ഓ ഓ ഓ പൊളി വൈബാണല്ലേ. ഞാൻ ഷഹബാസ്, മലപ്പുറത്താ വീട്. ചേച്ചി? ചേച്ചിയോ? അല്ല, പരിചയപ്പെട്ടില്ല. പേര്? വിദ്യ. തൃശ്ശൂർ ചാവക്കാടാണ് വീട്. അക്ഷയ സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ഇനി എന്തേലും? ഓ, അതാ ഇത്ര ചൂട്. എന്താ? അല്ല, ഒന്നുമില്ല. അപ്പൊ ശരി, പിന്നെ കാണാം. ഒത്തില്ല. മരം. தமிழ் ப்ரோ, நான் நினச்ச மாதிரி இங்கே വലിയ സംഭവമൊന്നും ഇല്ലേ. ഇത് ഒരു மாதிரி லோக்கல் செட்டப் தான் எனக்கு தோணுதுங்க. ப்ரோக்கு என்ன தோணுதுங்க? மலையாளத்திலே பேசுங்க ப்ரோ, எனக்கு மலையாளம் நல்லா புரியும். ஆமாம் ப்ரோ, என் பெஸ்ட் ஃப்ரெண்டு மலையாளி தான். அப்புறம் இந்த கேம்ப் சூப்பராக தான் ஃபீல் பண்ணுறோம். இந்த மாதிரி ஒரு இடம் தான் நான் தேடிட்டு இருந்தேன் ப்ரோ. ஹாய், I'm Adarsh from UK. சிவாபுரம், திருச்சி. ஓ, தமிழா? പേടിക്കണ്ട, പുള്ളിക്ക് മലയാളം അറിയാം. உங்கள் மனசில் காதலாக ஏற்பட்ட பெரிய காயம் இருக்கு. அந்த வலி இங்கே தெரியுது. എന്ത് വലി ബ്രോ? எப்படி ப்ரோ? எல்லாம் சரியாயிடும். அப்போ பை. ഞാൻ കാണാം ബ്രോ. ഡിയർ മെമ്പേഴ്സ്, വരൂ, നമുക്കൊന്ന് ഒരുമിച്ച് കൂടാം. ഇന്നൊരു ദിവസമാണുള്ളത്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഹായ് ഓൾ, മൈസെൽഫ് ബോബി. അപരിചിതത്തിന്റെ ആകാശത്ത് സൗഹൃദത്തിന്റെ നക്ഷത്രങ്ങൾ വിരിയുന്ന ആൽക്കെമിയാണ് കൂടലിനൊപ്പമുള്ള ഈ കൂടിച്ചേരൽ. ഇന്നത്തെ ഓർമ്മകളാവണം നാളെ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ട ഊർജം. ഏതോ ഒരു നല്ല നിമിഷത്തിൽ ഈ കൂടലിനെ കുറിച്ച് എവിടെ നിന്നോ അറിഞ്ഞ് ഏതൊക്കെയോ നാടുകളിൽ നിന്ന് വന്നു ചേർന്ന നിങ്ങളൊക്കെ ഈ സമയം ഒരു കുടുംബമാവുകയാണ്. ഈ ക്യാമ്പ് കഴിഞ്ഞ് പിരിഞ്ഞാലും പിരിയാൻ പറ്റാത്ത ഒരു ബോണ്ട് നമ്മുടെ ഉള്ളിൽ അവശേഷിച്ചിരിക്കുന്നു. ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന അനുഭവങ്ങളെ നമ്മുടെയൊക്കെ ഈ കുഞ്ഞു ജീവിതത്തിലെ വലിയ വലിയ പാഠങ്ങളാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. അപരിചിത മുഖങ്ങളിൽ പരിചിതത്തിന്റെ പുഞ്ചിരി വിരിയിക്കുന്ന മാജിക് മൊമെന്റ്സ് ആവണം ഈ കൂടൽ. ജീവിതം എന്ന നാടകത്തിലെ സന്തോഷങ്ങളും വിഷമങ്ങളും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മളെ കണ്ടെത്തുന്ന അപൂർവ നിമിഷങ്ങളാണിത്. മനസ്സിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ സങ്കടങ്ങളും കെട്ടഴിച്ചുവിട്ട് ടേക്ക് വിത്ത് യു ദ മാജിക് ഓഫ് വൈൽഡ്നെസ് ആൻഡ് ബിഹൈൻഡ് ഓൺലി ട്രൈസസ് ഓഫ് യുവർ ഹാപ്പിനെസ്. മെമ്പേഴ്സും വന്ന സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഒരു മിനിറ്റ്. ബ്രോ, ഈ മെന്റലിസം പഠിക്കാന്നുള്ളതേ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. പിന്നെ ഡിയേഴ്സ്, നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ തന്നെ തുടങ്ങാം. ഇവിടെ ഔപചാരികതയുടെ അതിർവരമ്പുകളില്ല, ഔചിത്യത്തിൻ്റെ മുഖംമൂടികളില്ല, നിബന്ധനകളോ നിർബന്ധങ്ങളോ ഇല്ല. നമ്മളെപ്പറ്റി വാക്കാലോ വാക്കുകളാലോ വർണ്ണിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. കൂട്ടത്തിൽ മുതിർന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ തന്നെ തുടങ്ങാം. ഞാൻ ശ്രീധരമേനൻ. ഇതെൻ്റെ ഭാര്യ ഇന്ദിര. സ്വദേശം പാലക്കാടാണ്. 4 മക്കൾ. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. നല്ല സമയത്ത് കുടുംബത്തിന് വേണ്ടി ഓടി നടന്ന് ജീവിക്കാൻ മറന്നു. സത്യം പറഞ്ഞ പുള്ളിക്കാരൻ്റെ റിട്ടയർമെന്റിന് ശേഷമാണ് ഞങ്ങൾ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഇതുപോലുള്ള ക്യാമ്പുകളും യാത്രകളും ഒക്കെ തേടി പിടിച്ച് ഞങ്ങൾ പോകാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നു ഇനിയാണ് ഞങ്ങളുടെ യൗവനകാലം ആരംഭിക്കുന്നത്. ഹായ്, ഐ ആം സ്വരൂപ്. ആലപ്പുഴ ചേർത്തലയാണ് എൻ്റെ വീട്. കുട്ടിക്കാലം മുതലേ ഞാൻ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അന്നൊക്കെ പഠിത്തം, അത് കഴിഞ്ഞ് ജോലി, പിന്നെ വിവാഹം, കുടുംബം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പോലെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി വെക്കുമായിരുന്നു. പക്ഷേ എൻ്റെ സമയം തീരാറായി എന്നറിയുന്ന ഈ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ തേടി പിടിക്കുന്നത്.
അൺഫോർച്ചുനേറ്റ്ലി സ്വരൂപ് കീമോ ട്രീറ്റ്മെൻറ്റിലാണ്. അസുഖം കണ്ടെത്തിയത് ലാസ്റ്റ് സ്റ്റേജിൽ. ഡോക്ടർമാർ വിധി കൽപ്പിച്ചത് 3 മാസം. പക്ഷേ മനോധൈര്യം കൈവിടാതെ സ്വന്തം വിധിയോട് പോടാ പുല്ലേ എന്നും പറഞ്ഞ് 2 വർഷത്തിനിപ്പുറവും സ്വരൂപ് നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഇത്തരം കൂടുതലുകളാണ് അവൻ്റെ ട്രീറ്റ്മെൻറ്റ്. നമ്മളൊക്കെയാണ് അവൻ്റെ ഏറ്റവും വലിയ മെഡിസിൻ. ട്രാൻസ് വുമൺ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഹോം ടൗൺ കാലിക്കറ്റ്. ഒരുപാട് കൈപ്പേറിയ ജീവിതാനുഭവത്തിൽ ഒരിത്തിരി ആശ്വാസം കണ്ടെത്താനാണ് ഞാനിവിടെ എത്തിയത്. അതിൽ കൂടുതൽ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ക്യാമ്പിൽ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഹാപ്പിനെസ് ഇവിടെ വെച്ച് എൻ്റെ കൂട്ടുകാരികളായ ലൈലയും നിമ്മിയും 1 വർഷത്തിന് ശേഷം സർപ്രൈസായി മീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ആഹാ, അത് കൊള്ളാലോ. ഇതിപ്പോ ഞങ്ങൾക്ക് സർപ്രൈസ് ആയല്ലോ. നല്ലൊരു കൈ കൊടുക്കാം. ഇങ്ങനെയുള്ള ചില അവിചാരിതമായ കണ്ടുമുട്ടലുകളും ഇത്തരം ക്യാമ്പുകളുടെ ഭാഗമാണ്. என்ன பண்ணலாம் லைலா? நீங்க சொல்றதுதான். நான் ஒன்றும் கம்பல் பண்ணல. അത് പിന്നെ ഒക്കെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. அப்ப சரி, யோசனை பண்ணி சொல்லு. சரி. എടി, ഇവരൊക്കെ എത്രക്കാരാണെന്ന് ആർക്കറിയാം. കണ്ടിട്ട് തന്നെ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നീ പോയി അക്കയോട് പറ, പറ്റില്ല എന്ന്. അതൊരു പാവം തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണേ? ഒന്നുമില്ലെങ്കിലും മാസം മാസം റെന്റ് ഷെയർ ചെയ്യാൻ ഒരാളായില്ലേ? അത് ചിന്തിക്ക്. പിന്നെ എന്റെ റൂമിലല്ലേ സ്പേസ് ഉള്ളൂ. അവൾ അവിടെ കിടന്നോട്ടെ. അപ്പൊ നിങ്ങക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ആ, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. വാ പോവാം. ആ അക്ക, ഞങ്ങക്ക് ഓക്കെയാണ്. ഹായ്, ഞാൻ ഹിമ. ഞാൻ അഞ്ജു. എന്നാ പോവാ. അപ്പൊ ശരി, അവിടുന്ന് കാണാം. പോട്ടെ. இங்கே நிறுத்துங்க. வா. சரி, வாமா. எல்லாம் ஓகே தான். அவங்க அங்கே தான் இருப்பாங்க. நீ மேலே போயிடு. എന്തെങ്കിലും ഒന്ന് ജയിച്ചു കണ്ടാ മതി. നീ ഒന്ന് കളിച്ചോ. ഓ ആ, താനെത്തിയോ? വാ. അയ്യോ, നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് നിമ്മി, ഇത് ലൈല. ഞങ്ങൾ DMLT സ്റ്റുഡൻസാ. റൂം കാണിക്കാം. വാ. എടാ പോരെ. അനിതാ മേഡം എനിക്ക് വേണ്ടി അക്കോമഡേഷൻ ഒരുപാട് നോക്കിയതാ. ഒന്നും ശരിയായില്ല. എല്ലാവർക്കും എന്നെ പോലെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ എന്തോ പേടി പോലെ. അതൊന്നും കുഴപ്പമില്ല. വാ. എന്നോട് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നമുക്കൊന്ന് മാറിയെന്നാലോ? ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. പഴയതൊക്കെ ഒന്ന് മറന്നു തുടങ്ങിയുള്ളൂ. പ്ലീസ്, ഇനി അതൊന്നും ഓർമ്മിപ്പിക്കരുത്. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. പിടിച്ച നല്ല ടീമാ. നിങ്ങൾ പരിചയക്കാർ മാത്രം സംസാരിക്കാനെങ്കിൽ പിന്നെ ഇതിന്റെ ക്യാമ്പിന് വന്നത്. നിങ്ങൾ 3 ആളില്ലേ? എന്നാൽ 3 ആൾക്ക് ട്രിപ്പ് പോയിക്കൂടായിരുന്നോ? ഇത് അഞ്ജു അല്ലേ? ആ അതെ. എവിടെയോ കണ്ട നല്ല പരിചയം, പക്ഷെ എവിടെയാന്ന് കിട്ടണില്ല. ബൈ ദുബായ്, ഞാൻ ഷഹബാസ്, മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാണ്. മണ്ണി നേരെ നീന്ത മണ്ണിലെയോ? എന്നാ കാണാം. നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. നമുക്ക് പിന്നെ പരിചയപ്പെടാട്ടോ.
എൻ്റെ പൊന്നു വെച്ച് ഇവരൊന്നും പരിചയപ്പെടരുത്. പിടിച്ചോനെ. അതെ മൊണ്ണേ. എന്തോ ടെൻഷനിലാണല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല. അപ്രതീക്ഷിതമായി കൂട്ടുകാരെ കണ്ട എക്സൈറ്റ്മെൻറ്റിലല്ലല്ലോ കാണുന്നത്. എന്തോ ഭയക്കുന്നത് പോലെ. എന്തു പറ്റി? ഓ നിങ്ങൾ മൈൻഡ് റീഡർ ആണല്ലോ. ഇതിനിപ്പോൾ മൈൻഡ് റീഡിങ്ങോ മാജിക്കൊന്നും വേണ്ട. ഞാൻ തുടക്കം മുതലേ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എന്താ സംഭവിച്ചത്?